നിലമ്പൂരിലെ നിർദ്ദിഷ്ട ബൈപ്പാസിനായി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന് വിട്ടു നൽകിയ ഭൂമികൾ ഉടൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. അളവെടുപ്പ് പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിലമ്പൂരിലെ നിർദ്ദിഷ്ട ബൈപ്പാസിനായി വർഷങ്ങൾക്ക് മുൻപ് സർക്കാരിന് വിട്ടു നൽകിയ ഭൂമികൾ ഉടൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. അളവെടുപ്പ് പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ നീളുന്ന പദ്ധതിക്കായി പ്രദേശവാസികളായ 257 പേർ വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ സർക്കാരിന് വിട്ടു നൽകിയിരുന്നു. അളവെടുപ്പ് പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. സർക്കാരിലേക്ക് നൽകിയതുകൊണ്ട് വീടുകൾ റിപ്പയർ ചെയ്യാനോ നവീകരിക്കാനോ പറ്റാതെ ജീർണാവസ്ഥയിലാണ്. വീടുകളും ശുചിമുറികളും ഏതു നിമിഷവും നിലംപൊത്താവുന്ന വിധം അപകടാവസ്ഥയിലാണ്. ഭൂമി പണയം വെക്കാനോ വിൽക്കാനോ കഴിയാത്ത അവസ്ഥയുമുണ്ട്. നഷ്ടപരിഹാരം വൈകുന്നതുകൊണ്ട് പല വീടുകളും ജപ്തി ഭീഷണിയിലുമാണ്. സ്ഥലം വിട്ടു നൽകിയിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിൽ ജില്ലാ കളക്ടർ, തഹസിൽദാർ, ലാൻഡ് അക്വിസിഷൻ സൂപ്രണ്ട് തുടങ്ങിയവർക്കെല്ലാം നിരന്തരം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. സ്ഥലം MLA കൂടെയുണ്ടെന്ന് പറയുന്നതല്ലാതെ പ്രതീക്ഷ നൽകുന്ന പ്രവൃത്തിയൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. 154.8 കോടി രൂപ ഇതിനായി സർക്കാർ മാറ്റിവെച്ചെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. 2 കിലോമീറ്റർ ദൂരം സ്ഥലം ഏറ്റെടുത്ത നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം ലഭിക്കേണ്ട ബാക്കി നഷ്ടപരിഹാര തുക റദ്ദായിപ്പോയെന്നും പുതിയ BVR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് അധികൃതർ പറയുന്നത്. ഫയലുകൾ നീങ്ങുന്നതിലെ ഈ കാലതാമസം ഒഴിവാക്കി എത്രയും വേഗത്തിൽ ബാക്കി ഭൂമി കൂടി ഏറ്റെടുത്ത് തങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രതിവിധി എന്ന നിലയ്ക്ക് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരു പ്രാവശ്യം ജില്ലാ കളക്ടറെയും തഹസിൽദാരെയും അതുപോലെ ലാൻഡ് അക്വിസിഷനിലെ സൂപ്രണ്ട് അവറുകളെയും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു നിരന്തരം. അവരിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും പതിവ് പോലെ ഞങ്ങൾ തഹസിൽദാരെ ചെന്ന് കാണുകയും എന്തായി ഞങ്ങളുടെ ബൈപ്പാസിൻ്റെ സ്ഥിതി എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അവർ ഇപ്പോൾ BVR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ ആധാരങ്ങളും മറ്റും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ വില്ലേജ്, മമ്പാട് വില്ലേജ്, അതുപോലെ ചുങ്കത്ര എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 3 വർഷങ്ങൾക്കുള്ളിൽ നടന്ന രജിസ്ട്രേഷൻ ആധാരങ്ങൾ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കളക്ട് ചെയ്തതിന് ശേഷം വില നിർണ്ണയിക്കാനുള്ള പരിപാടിയുമായി മുന്നോട്ട് വരും എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ K. ഉമ്മർ, ഭാരവാഹികളായ EK മുഹമ്മദ് ഇബ്രാഹിം, J. ജമുന, AT മുഹമ്മദ്, P. കോമളം തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈഫ്, മലപ്പുറം.